സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്ന അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ആ പ്രവാഹം ഉച്ചസ്ഥായിലെത്തുന്നത് മകരജ്യോതിക്കാണ്. ആ മകരവിളക്ക് ദിവസം ഒരുപക്ഷെ ആ ശബരിമലയ്ക്ക് പോലും താങ്ങാൻ സാധിക്കാത്ത വിധം ജനപ്രവാഹം അവിടെ വരാറുണ്ട്. മകരജ്യോതി കാണാൻ വേണ്ടിയാണ്. അതുതന്നെ ആ ഒരൊറ്റ ഒരു കാരണം കൊണ്ട് തന്നെ ഈ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം, യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയെങ്കിലും തെറ്റാണ് തെളിയിക്കണം. ഈ മകരജ്യോതി തെറ്റാണ്, ഇതൊന്നും പാടില്ല എന്ന് തെളിയിക്കണം. അതിനുവേണ്ടി ഈ വനാന്തരങ്ങളിൽ ഒരുപാട് കാലം ഇവർ പരിശ്രമിച്ച് അവിടെ ചെന്ന് ഇത് മനുഷ്യൻ കത്തിക്കുന്നതാണ് എന്ന് കണ്ടെത്തി. എന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ആചാരങ്ങൾ മുഴുവൻ തെറ്റല്ലേ, ഇത് മുഴുവൻ വിഡ്ഢിത്തല്ലേ എന്ന് വിളിച്ചു പറഞ്ഞു. മനുഷ്യൻ കത്തിച്ചോട് അതിനെന്താ കുഴപ്പം? അത് ഇത്ര വലിയ തെറ്റായിട്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞു? അത് മനുഷ്യൻ ഒരു ഭക്തനും പറഞ്ഞിട്ടില്ല അത് അത്ഭുതമായിട്ട് അവിടുന്ന് പൊന്തി വരുന്ന ഒരു തീയാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. മകരജ്യോതി തെളിഞ്ഞു എന്നേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരാൾ അത് വായുവിൽ നിന്നിങ്ങനെ തനിയെ വരുന്ന ഒരു തീഗോളാണെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ലെങ്കിൽ തന്നെ ഈ ഹിന്ദുവിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കരിവാരി തേക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ഇത് പറയുന്നത്. എന്താ ലക്ഷ്യം? ഒരു അമ്പലത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാത്തവരെ കുട്ടികൾക്ക് ജയിക്കാൻ വേണ്ടിയാണോ? രോഗം വന്നാൽ മരുന്നില്ലാതെ കണ്ട് അസുഖം മാറാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണോ അമ്പലം? അമ്പലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തവൻ എന്തും വിളിച്ചു പറയും. അമ്പലം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ പറയുന്നത് ഉള്ളിൽ വെന്തുഴലും ലോകർ കഴൽ തീർപ്പാനൊരൗഷധം, ഒന്നാന്തരം മരുന്നാണ് അമ്പലം. ആ മരുന്ന് എന്ന് പറയുന്നത് ഓരോ അമ്പലവും എപ്രകാരമാണ് മരുന്നായി തീരുന്നത്? മനുഷ്യൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുന്നതാണ്. മനുഷ്യ മനസ്സിനെ ബലപ്പെടുത്തുവാൻ സാധിക്കുന്ന ഏതൊരാചാരവും അനുഷ്ഠാനവും അത് ശ്രേയസ് തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. എത്രയോ ഹിന്ദുക്കളെ നിങ്ങൾ നോക്കി, ഹിന്ദുക്കളല്ലാത്തവർ പോലും ഉണ്ട്, കയ്യിൽ ചരട് കെട്ടും. എന്തിനാണ് ഈ ചരട് കെട്ടുന്നത്? എന്തെങ്കിലും ന്യായമുണ്ടോ? ഈ ചരടിന് എന്തെങ്കിലും ഗുണമുണ്ടോ? നോക്കൂ, ചില സമയങ്ങളിൽ നമ്മളുടെ വിശ്വാസം എങ്ങനെയാണ്? ഒരു ഉദാഹരണത്തിന് ഒരു തവണ ഒരു ചരട് എൻ്റെ കയ്യിൽ സാധാരണ കെട്ടാറൊന്നുമില്ല, പക്ഷേ ഞാനൊരു തവണ ഒരു ചരട് മൂകാംബികയിൽ നിന്ന്, ഒന്ന് ആലോചിച്ച് നോക്കണം, മൂകാംബികയിൽ നിന്നാണ് വാങ്ങിയത്. അതും പൂജിച്ചതുമല്ല, അവിടുത്തെ ഏതോ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷേ ആ ചരട് എനിക്ക് അഴിക്കാനേ തോന്നുന്നില്ല. എത്രയോ കാലം എൻ്റെ കയ്യിൽ ആ ചരടുണ്ടായിരുന്നു. എനിക്കൊരു വല്ലാത്തൊരു എനർജിയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ആ മൂകാംബിക അത് കളയാൻ വേണ്ടി ഞാൻ 2-3 തവണ നോക്കുമ്പോൾ മൂകാംബികയിലെ കടയിൽ നിന്ന് മേടിച്ചതാ. ഇങ്ങനെ നമ്മൾ എത്ര ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ ദിവ്യമായിട്ടുള്ള ഒരു പക്ഷേ പൂജ ചെയ്തത് പോലും ആയിരിക്കില്ല. ഇത് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അതിൻ്റെ ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം നമ്മളുടെ മനസ്സിന് ബലമുണ്ടാവും. ഇല്ലെങ്കിൽ ആ ബലം തകർന്നു പോകും. ഉദാഹരണം പറഞ്ഞു തരാം. ഒരാൾ ഒരു പുഴ കടന്നു പോയിട്ട് അപ്പുറത്ത് വീട്ടിലുള്ള ഒരാൾക്ക് പാല് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഒരു തവണ പാല് കൊണ്ട് കൊടുക്കാൻ വഴുകിയപ്പോൾ എന്താ വഴുകിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വഞ്ചിക്കാരൻ വരാൻ വഴുകിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്തുള്ള ഒരു ഇല്ലത്താണ് കൊണ്ട് കൊടുക്കുന്നത്. അവിടുത്തെ നമ്പൂരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഞാനിതിൽ ഒരു മന്ത്രം എഴുതിയിട്ടുണ്ട്. ഈ മന്ത്രം എഴുതിയിട്ടുള്ള ഇത് എടുത്തിട്ട് നിങ്ങൾ നടന്നാൽ മതി. ആ പുഴയിലൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് തുറന്ന് നോക്കരുത്, ആ കൈ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞു. കയ്യെ പിടിച്ചു, നടന്നു, അപ്പുറത്തെത്തി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും വരുമ്പോൾ ഇദ്ദേഹത്തിന് സംശയമായി. കാരണം ഇത്രയ്ക്ക് കരുത്തുള്ള ഒരു മന്ത്രം, ഇതെന്താണെന്നറിയണമെന്ന് എഴുതിയിട്ട് പുഴയിൽ നടുക്കെത്തിയിട്ട് തുറന്നു നോക്കി. അപ്പോൾ നമശിവായ, ഇതാണോ? അവിടെ വീഴുകയും ചെയ്തു. ആ പുഴയിൽ തന്നെ വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുഴയുടെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. അതുകൊണ്ട് ആചാര്യസ്വാമികൾക്ക് സുരേശൻ എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം
ശങ്കരാചാര്യസ്വാമികൾ പുഴയുടെ മറുകരയിൽ വെച്ചിട്ട് സുരേശ എന്ന് വിളിക്കുമ്പോൾ ആചാര്യസ്വാമി വിളിച്ചു എന്നേ ഇദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. അത്രയും ആ ഗുരുഭക്തിയിൽ ആ പുഴ കുറുകെ കടന്നപ്പോൾ ഓരോ കാൽവെപ്പിലും ഓരോ താമര വിടർന്നു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ളത് പത്മപാദര് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്ലവത്തുണ്ടാവും. പ്ലവത്വം എന്തുകൊണ്ടുണ്ടായിക്കൂടാ? ഖേചരി എന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട് യോഗയിൽ. ഇന്ന് യോഗ ലോകം മുഴുവൻ അംഗീകരിക്കുന്നതല്ലേ. ഈ ഖേചരി വിദ്യ എന്ന് പറഞ്ഞാൽ ആകാശത്തേക്കൂടെ സഞ്ചരിക്കാനുള്ള കഴിവാണ്. നമ്മൾ ധരിക്കുന്ന ഇപ്പം വിമാനം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. വിമാനമൊന്നും വേണ്ട. ലോകം ഇനിയും വളരുമ്പം നോക്കിക്കോളൂ, ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റുന്നില്ലേ? ശബ്ദത്തിന് ഇവിടുന്ന് നമ്മൾ പറയുന്ന ശബ്ദം, വൈഖരിയായിട്ട് വരുന്ന ശബ്ദം ഹലോ എന്ന് പറയുമ്പോഴേക്കും അമേരിക്കയിലേക്ക് എത്തിക്കുന്ന ആരാ? വിദേശ രാജ്യങ്ങളിലേക്ക് ഈ ശബ്ദം എങ്ങനെ എത്തുന്നത്? ശിവനും വിഷ്ണുവും ദുർഗയും കാളി അള്ളാഹു യേശുവെല്ലാം കൊണ്ട് എത്തിക്കുന്നതാണോ? അത്രയ്ക്കും വേഗത്തിൽ ആ ശബ്ദത്തിന് തരംഗരൂപത്തിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിനെ പിടിച്ചെടുക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വീണ്ടും എന്തോ മാറ്റം വരുത്തിയിട്ട് നെറ്റ് വഴി എവിടെയൊക്കെയോ എത്തിക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിനെയും അങ്ങനെയൊക്കെ ആക്കാൻ സാധിക്കുമായിരിക്കും. അങ്ങനെ പോകാൻ സാധിക്കുമായിരിക്കും. ഖേചരി വിദ്യ, കൂടുമാറിക്കൂടുമാറ്റം, പരകായ പ്രവേശം, എന്തൊക്കെ വിദ്യകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യ മനസ്സ് പറഞ്ഞു വന്നത്, മനുഷ്യ മനസ്സിന് ബലമുണ്ടാക്കാൻ പറ്റുന്ന ഏത് ആചാരവും ഇവിടെ ചെയ്യാം. ഉള്ളിൽ വെന്തുഴലും ലോകർ കഴൽ തീർപ്പാനൊരൗഷധം. ഉള്ളിൽ വേദനിക്കുന്നവർക്ക് അത് തീർക്കാനുള്ള ഔഷധമാണ് ഓരോ അമ്പലങ്ങളും. അതുകൊണ്ട് തന്നെ ആ മകരജ്യോതി എന്ന് പറയുന്നത് എത്രയോ ലക്ഷം ആൾക്കാരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരു വർഷം അവർക്കൊരു നന്മയ്ക്ക് കാരണമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത വർഷം ആൾക്കാർ കുറയണം. ശബരിമലയിൽ വരുന്നവരും മകരജ്യോതി കാണുന്നവരും അവർക്ക് അത് മനുഷ്യൻ കത്തിക്കുന്നതായിക്കോട്ടെ, പക്ഷേ ആ സമയത്ത് ആകാശത്ത് ഉദിച്ചുയരുന്ന നക്ഷത്രം എങ്ങനെയാണ്? മകരനക്ഷത്രം വരുന്നുണ്ടല്ലോ, അത് മനുഷ്യനാക്കുന്നൊന്നുമല്ലല്ലോ. അപ്പം ഏതോ ഒരു ദിവ്യമായിട്ടുള്ള ഒരു പ്രതിഭാസം അവിടെ നടക്കുന്നുണ്ട്. ഒപ്പം മാനുഷികമായിട്ട് അങ്ങനെ ഒരു കത്തിക്കുന്നതാണ് എന്നുള്ളതിന് വളരെ വ്യക്തമായ എവിഡൻസ് ഉണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ കത്തിച്ചാലും എത്രയോ ജനങ്ങൾക്ക് അത് ഊർജം പകരുന്നുണ്ടെങ്കിൽ അത് നിലനിർത്തുന്നതിൽ ഒരു തെറ്റുമില്ല. ആ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താം എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാരുടെ മതം. അതിനു വേണ്ടിയാണ് അമ്പലം പോലും ഉണ്ടാക്കുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ.